ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ റിയാദിലുള്ള മുസാമിയയിലോട്ടാണ്, അവിടുത്തെ ഡെസേർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ സഞ്ചാരി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. നമ്മളിങ്ങനെ യാത്ര പോകുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരെ എന്താ പറയുക 11 ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും 4x4 പോലെയുള്ള എന്താ പറയുക ഓഫ് റോഡ് വണ്ടികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഡെസേർട്ടിലെത്തി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ഈ കിടക്കുന്ന ഇതുപോലെ നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരു വണ്ടി അവിടെ അങ്ങനെ മണലിൽ താഴ്ന്നു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു സൗദി പൗരന് ഇതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ ഈ കാര്യത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അത് റെഡിയായി. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും ഡെസേർട്ടിൽ കുറേ നേരം ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് കാർ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ്. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. കുറേ സൗദി ഗേൾസും കുറേ ആളുകൾ ഇതുപോലെ ഹോഴ്സ് റൈഡിങ് പോലെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. കാരണം ഡെസേർട്ടിലെ ഈ ഒരു എന്താ പറയുക കാർ ഡ്രിഫ്റ്റിങ്ങും അതുപോലെ തന്നെ റേസിങ്ങും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടിയായിട്ട് നമുക്ക് ഭയങ്കര ഫീൽ ഗുഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ജീവിതത്തിൽ ഒരു തവണെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട. അതുപോലെ വണ്ടി ഡെസേർട്ടിലോട്ട് ഇറക്കുന്നതിന് മുമ്പ് ടയറിലുള്ള എയർ നമ്മൾ ലെസ് ചെയ്യണം കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 നമ്മൾ വെക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അത് കുറച്ചിട്ട് വേണം. നമ്മളെല്ലാവരും അതിൻ്റെ മുമ്പായിട്ട് ഇത് ചെയ്തിട്ടാണ് ഡെസേർട്ടിലോട്ട് ഇറങ്ങിയിട്ടത്. അപ്പോൾ ഈ അറബികളൊക്കെ കാർ ഡ്രിഫ്റ്റ് ചെയ്യണ കാണാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ നിന്നു പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഈവനിങ് സമയമായി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ സെറ്റ് ചെയ്ത് എന്താ പറയുക ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആനിവേഴ്സറീൻ്റെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. കുട്ടികളൊക്കെ കൊണ്ടുവച്ചിട്ടാണ് കേക്ക് കട്ടിങ് കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസും ട്രാവലിംഗ് എക്സ്പീരിയൻസൊക്കെ അതേപോലെ തന്നെ സഞ്ചാരിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ എന്താ പറയുക ചായയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുറേ സംസാരിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ എന്താ പറയുക ഇവിടെ നമുക്ക് അൽഫാമും അതുപോലെ തന്നെ റൊട്ടിയുമൊക്കെ നമുക്ക് വേറെ ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും അങ്ങനെ ഒരുപാട് പേര് ഈ കൂട്ടായ്മയിൽ പങ്കാളികളായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ എന്താ പറയുക അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ പാട്ടും അതുപോലെ കൊട്ടിപ്പാട്ടുകളും മറ്റ് എല്ലാ സംഭവങ്ങളും അവിടെ എല്ലാവരും കൂടെ പാടി ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഡെസേർട്ടിൽ നിന്ന് നേരെ റോട്ടിലോട്ട് വണ്ടിയെടുത്ത് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, ബായ്.